8 വയസ്സ് തൊട്ട് കൊട്ടോടി വാറ്റി കുടിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുകയും അവരൊരു പെഗ് വെച്ച് എല്ലാ ദിവസവും കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ 8 വയസ്സ് തൊട്ട് വെള്ളം അടിച്ച് തുടങ്ങിയ ഒരു കൊച്ച് 10-22 വയസ്സാകുമ്പം അല്ലെങ്കിൽ 25 വയസ്സാകുമ്പം ഇങ്ങനെ ഒരു മനുഷ്യനായി തീരുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ ഇപ്പോൾ കുഞ്ഞുനാളിൽ ഭയങ്കര ടെററായിരുന്നു. അത് കഴിയുമ്പോൾ ഒരു നാട് വിട്ടു പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. മൊത്തത്തിൽ ഓർക്കുമ്പോൾ എങ്ങനെയാണ്? അച്ഛനോട് ദേഷ്യമാണോ തോന്നുന്നത്, അതോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു ഭയങ്കര കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഓർമ്മയാണോ? ഇപ്പോൾ ശരിക്ക് ദേഷ്യമില്ല. കാരണം നമ്മൾ അന്നുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം ഭീതിപ്പെടുത്തുന്ന ഭീകരനായൊരു മനുഷ്യനാണ്. രാത്രി കാലങ്ങളിൽ കുടിച്ച് തെറി വിളിച്ചു വന്ന് അമ്മയും മൂത്ത ചേച്ചിയും ഒക്കെ അടിക്കുന്നു. അന്നേരത്തിന് അമ്മ ഞങ്ങളെ കൊണ്ടുപോയി വീടിൻ്റെ പിറകുവശത്തെ പറമ്പിലെ കുറ്റിക്കാടിന് നടുക്ക് വെട്ടിത്തെളിച്ച് ചാക്കും പായൊക്കെ ഇട്ട് അവിടെ ഞങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ എല്ലാ രാത്രികളും അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരിക്കലും സന്തോഷമുള്ളൊരു ഓർമ്മയല്ല അപ്പനെക്കുറിച്ചുള്ളത്. അതിനുശേഷം അപ്പൻ 12 വർഷത്തെ യാത്രപോക്കിന് ശേഷം മടങ്ങി വന്നപ്പോഴും അപ്പനെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ മൂത്ത പെങ്ങളാണ്, ജെസ്സിയാണ് പറയുന്നത് അത് നമ്മുടെ അപ്പനാണ്. കാരണം 5 വയസ്സ് വരെയുള്ള സമയത്ത് മാത്രം കണ്ട ഒരാളെ പിന്നീട് 16 വയസ്സുള്ളപ്പം കണ്ടാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്നും എനിക്ക് അപ്പനെ സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഈ പള്ളിക്കൂടത്തിലെ കളിക്കളത്തിലും പള്ളിമുറ്റത്ത് കള്ളനും പോലീസും കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ തോക്കുകയോ ജയിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളെ എപ്പോഴും കൂട്ടുകാർ അവഹേളിക്കുന്ന തന്തയില്ലാത്തവനാണ്. അത് നമുക്ക് മറുപടിയില്ലാത്ത ഒരാക്ഷേപമാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു കൊച്ചിന് 16 വയസ്സിൽ അപ്പനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അമ്മ സ്വീകരിച്ചു. പക്ഷെ പിന്നീട് കാലം കടന്നപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞുള്ള 40 ദിവസം അപ്പനോടൊപ്പം തനിയായിരുന്നു താമസം. അപ്പോൾ കുറേയൊക്കെ അപ്പനെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൻ അമ്മയോട് ഇഷ്ടമുണ്ടായിരുന്നെന്നും അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്. പക്ഷേ ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ സാധിച്ച് ഞാനൊരു അപ്പനായതിനു ശേഷമാണ്. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടി കൂടിയാണ്. ഒരു സമൂഹം പടുത്തുയർത്തിയത് അങ്ങനെയാണ്. 8 വയസ്സ് തൊട്ട് കൊട്ടോടി വാറ്റി കുടിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുകയും അവരൊരു പെഗ് വെച്ച് എല്ലാ ദിവസവും കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ 8 വയസ്സ് തൊട്ട് വെള്ളം അടിച്ച് തുടങ്ങിയ ഒരു കൊച്ച് 10-22 വയസ്സാകുമ്പം അല്ലെങ്കിൽ 25 വയസ്സാകുമ്പം ഇങ്ങനെ ഒരു മനുഷ്യനായി തീരുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെ ആക്കിയത്. അതൊരു മക്കളോട് അദ്ദേഹം ചെയ്ത എന്താണ് എന്നുള്ളത് ക്രൂരമാണ്. ഭാര്യയോട് ചെയ്തതും ക്രൂരമാണ്. അങ്ങനെ തിരിച്ചറിവുണ്ടായാലും മൊത്തത്തിൽ മാനസാന്തരപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി മാറാൻ ഒരിക്കലും അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് സാധിക്കില്ല. കാലഘട്ടം അയാളെ അങ്ങനെ ആക്കി തീർത്തു. അദ്ദേഹം ഒന്ന് റിഗ്രറ്റ് ചെയ്ത് ഇനി ഇങ്ങനെയൊന്നും അല്ല എന്ന് തീരുമാനിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം അതിലേക്ക് മടങ്ങിപ്പോകും. കാരണം സ്ഥായിയായിട്ട് ഒരു മാറ്റം വരുത്താൻ കഴിയാത്ത വിധം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ കീറിമുറിക്കപ്പെട്ടു. അപ്പോൾ മറ്റൊരു തരത്തിൽ ഇന്ന് 50, 51, 52 വയസ്സായിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ കുറച്ച് കരുണയോടുകൂടിയേ നമുക്ക് നോക്കാൻ പറ്റൂ.